ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗാർലിക് ചീസ് ബ്രെഡാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാനും നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് നമുക്കിതിലേക്ക് വേണ്ടത്. മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ ആണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടർ ആണെങ്കിൽ കുറച്ച് നേരം മുന്നേ എടുത്ത് പുറത്ത് വയ്ക്കുക, അപ്പോൾ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്നില്ലെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടിടാം. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുണ്ട്, അപ്പോൾ നമ്മുടെ ചീസ് ബ്രെഡിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ അതാ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബട്ടറിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. പച്ചമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ബട്ടറിലേക്ക്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ചതച്ച ഉണക്കമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് മുളക് കൂടുതൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത ബട്ടർ അൺസാൾട്ടഡ് ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നതിന് ശേഷം നമുക്ക് ബ്രെഡ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 സ്ലൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ 5 സ്ലൈസിലേക്ക് നമുക്ക് ഈ ബട്ടറിൻ്റെ മിശ്രിതം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഈ ബട്ടർ ചേർത്താൽ മതി. അപ്പോൾ അതാ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു 5 സ്ലൈസ് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഒരു ഭാഗത്ത് മാത്രം ബട്ടർ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ 5 സ്ലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചീസ് വെച്ചിട്ടുള്ള ബ്രെഡ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനത്തെ ചീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കുക. കൂടുതൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കാം. അപ്പോൾ അത് 5 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗാർലിക് ബ്രെഡ് ആക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കും. ഇനിയിപ്പോൾ നമ്മൾ ചീസ് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് പീസ് എടുക്കാം. അതിലേക്ക് നമ്മൾ ബട്ടർ തേച്ച ബ്രെഡ് പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബട്ടർ തേച്ച ഭാഗം താഴത്തേക്ക് വരുന്ന രീതിയിൽ പാനിലേക്ക് വെക്കാം. എന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് കുറച്ച് ബട്ടർ മിശ്രിതം ചേർക്കാം. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. നമുക്ക് വല്ലാതെ അങ്ങോട്ട് മൊരിയിച്ചെടുക്കുന്നെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കുക. അപ്പോൾ ഇതവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ അതവിടെ 1 മിനിറ്റ് വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗാർലിക് ചീസ് ബ്രെഡ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിം നിങ്ങൾ മീഡിയം ടു ലോ വയ്ക്കുക കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാനിവിടെ 5 പീസസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗാർലിക് ചീസ് ബ്രെഡ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ സോസൊന്നും ആവശ്യമില്ല. അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് കൈ വെച്ചിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഗാർലിക് ചീസ് ബ്രെഡ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്